ഈ ഒരു ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മൾ മഹാജനപദാസ് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കായിട്ടുള്ള ദ റൈസ് ഓഫ് മഗധ. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഒരു മഹാജനപദാസ് എന്ന് പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മഹാജനപദാസ് 16 എണ്ണം നമ്മൾ പറഞ്ഞു. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മഹാജനപദമായിരുന്നു മഗധ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മഗധ എന്ന മഹാജനപദാസിൻ്റെ അതിൻ്റെ ഒരു ഉയർച്ച, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ മഹാജനപദങ്ങൾക്കിടയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 16 മഹാജനപദാസും ഉണ്ടായിട്ടുണ്ട്. അവർ തമ്മിൽ ഒരു പരമായിട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് അവർ തമ്മിൽ നിലനിന്നിരുന്നു. ആ പൊളിറ്റിക്കൽ ഫൈറ്റ് എല്ലാം ഈ മഗധ എന്ന് പറയുന്ന ഒരു ജനപദയ്ക്ക് വളരെ ഒരു വലിയൊരു എംപയർ ആയിട്ട് മാറാൻ പിൽക്കാലത്ത് സാധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഈ മഹാജനപദാസിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മഹാജനപദ എന്ന് പറയുന്നത് മഗധയായിരുന്നു. അതൊരു എംപയർ ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ മഗധൻ ഡൈനാസ്റ്റിയിലെ വളരെ പ്രധാനപ്പെട്ട ചില റൂളർമാരുണ്ട്, ഭരണാധികാരികളുണ്ട്. അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ റൂളർ എന്ന് പറയുന്നത് ബിംബിസാരനാണ്. ഓക്കെ, കിങ് ബിംബിസാരനാണ് മഗധൻ ഡൈനാസ്റ്റിയുടെ ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട റൂളർ എന്ന് പറയുന്നത്. അദ്ദേഹം 544 BC മുതൽ 492 BC വരെ ഏകദേശം 52 വർഷം മഗധൻ ഡൈനാസ്റ്റി ഭരിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 544 BC മുതൽ 492 BC വരെയുള്ള കാലഘട്ടമാണ്. ഏകദേശം 52 വർഷം മഗധ ഡൈനാസിറ്റി അത് ഭരിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റൂളറായിരുന്നു ബിംബിസാരൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ഈ ഒരു ഭരണ കാലയളവിൽ ഏകദേശം 52 വർഷത്തോളം മഗധ ഭരിച്ചു എന്ന് പറഞ്ഞു. ആ ഒരു ഭരണം നടത്തുക അല്ലെങ്കിൽ ഒരു ഡൈനാസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, ഒരു വളരെ കൃത്യമായിട്ട് അതിൻ്റെ എംപയർ വിപുലീകരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ മറ്റു പ്രദേശങ്ങൾ കൂടെ പിടിച്ചെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റൂളർ ആയിരിക്കണം. ബിംബിസാരൻ എന്ന ഭരണാധികാരി തൻ്റെ ഈ ഒരു ഭരണ കാലഘട്ടത്തിൽ വളരെ കൃത്യമായിട്ട് ഈ ഭരണം കാഴ്ചവെച്ചത് ആ ഒരു സമയത്ത് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില പോളിസികൾ ഫോളോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ആ 52 വർഷം അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് ഭരിക്കാൻ മഗധ എന്ന ഡൈനാസ്റ്റി ഭരിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചതെന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെ പോളിസിയാണ് ബിംബിസാരൻ എന്ന മഗധൻ ഡൈനാസ്റ്റിയുടെ വളരെ പ്രധാനപ്പെട്ട റൂളർ ഫോളോ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ പ്രധാനമായും മാട്രിമോണിയൽ അലയൻസസ്. ഓക്കെ, അതായത് മറ്റ് പ്രദേശങ്ങളുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുക. ഓക്കെ, സോ വളരെ പ്രധാനപ്പെട്ടതാണ്. ബിംബിസാരൻ തൻ്റെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയിട്ടുള്ള പോളിസികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ടതൊന്നും മാട്രിമോണിയൽ അലയൻസസ് ആണ്. രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട സ്ട്രോങ് ആയിട്ടുള്ള ശക്തരായിട്ടുള്ള ഭരണാധികാരികളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള വീക്കായിട്ടുള്ള താരതമ്യേന പവർഫുൾ അല്ലാത്ത റൂളേഴ്സ് അവർ ഭരിക്കുന്ന പ്രദേശങ്ങൾ കോൺകർ ചെയ്യുക, എന്നിട്ട് അത് എംപയർ അത്തരത്തിലുള്ള പ്രദേശങ്ങൾ കൂടെ തൻ്റെ എംപയറിലോട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് എംപയർ വിപുലീകരിക്കുക. ഇത്തരത്തിലുള്ള പോളിസി ആയിരുന്നു പ്രധാനമായിട്ടും ബിംബിസാരൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം പ്രധാനമായിട്ടും മാട്രിമോണിയൽ അലയൻസ് ആണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു സ്ട്രോങ് റൂളേഴ്സുമായിട്ട് വളരെ നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കുക. പിന്നീട് പറഞ്ഞു പ്രദേശത്തുള്ള രാജ്യങ്ങൾ, അവിടെയുള്ള പ്രദേശങ്ങളിൽ വീക്കായിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ അവരെ കോൺകർ ചെയ്തുകൊണ്ട് ആ പ്രദേശങ്ങൾ കൂടെ തൻ്റെ എംപയറിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് എംപയർ വിപുലീകരിക്കുക. അത്തരത്തിലുള്ള പ്രധാനമായിട്ടുള്ള പോളിസികളായിരുന്നു ബിംബിസാരൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ പറഞ്ഞു വളരെ പ്രധാനമായിട്ടുള്ളതായിരുന്നു മാട്രിമോണിയൽ അലയൻസ് എന്ന് പറയുന്നത്. ഈ ഒരു മാട്രിമോണിയൽ അലയൻസിൻ്റെ ഭാഗമായിട്ട് ഈ ബിംബിസാരൻ എന്ന മഗധൻ റൂളർ പ്രസേൻജിത്ത് എന്ന കോസല എന്ന പ്രദേശത്തിൻ്റെ രാജാവായിട്ടുള്ള പ്രസേൻജിത്തിൻ്റെ സഹോദരിയെ മാട്രിമോണിയൽ അലയൻസിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ബിംബിസാരൻ വിവാഹം ചെയ്യുന്നു. ഓക്കെ, സോ
ഇതിൻ്റെ ഭാഗമായിട്ട് പ്രസേൻജിത്ത് എന്ന കോസല രാജാവിൻ്റെ സഹോദരിയെ വിവാഹം ചെയ്തു. ആ വിവാഹത്തിൽ അദ്ദേഹത്തിന് കാശി എന്ന പ്രദേശം അദ്ദേഹത്തിന് സ്ത്രീധനമായിട്ട് ലഭിച്ചു. ഓക്കെ, വളരെ കൃത്യമായിട്ട് നല്ല വലിയൊരു എമൗണ്ട് ഓഫ് റവന്യൂ ലഭിക്കാവുന്ന കാശി എന്ന പ്രദേശം കോസല രാജാവായ പ്രസേൻജിത്തിന്റെ സഹോദരിയെ വിവാഹം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീധനമായിട്ട് ബിംബിസാരന് ലഭിച്ചു. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ഒരു ഡൈനാസ്റ്റി അദ്ദേഹം വിപുലീകരിച്ചതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മാട്രിമോണിയൽ അലയൻസിൻ്റെ ഭാഗമായിട്ട് ബിംബിസാരൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കോസല രാജാവായിട്ടുള്ള പ്രസേൻജിത്തിന്റെ സഹോദരിയെ വിവാഹം ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് കാശി എന്ന വളരെ റവന്യൂ ഒക്കെ നല്ല കൃത്യമായിട്ട് ലഭിക്കുന്ന ഒരു വളരെ വലിയൊരു പ്രദേശം അദ്ദേഹം സ്ത്രീധനമായിട്ട് ലഭിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ രീതിയിൽ കാശിയിലും അദ്ദേഹത്തിനൊരു കൺട്രോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം ഒരൊറ്റ ഭാര്യയിൽ ഒതുക്കുകയല്ല ചെയ്തത്. ഈ മാട്രിമോണിയൽ അലയൻസ് അദ്ദേഹം പിന്നീടും പലയിടങ്ങളിലും നടത്തിയെന്നാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ചില ഭാര്യമാരെന്ന് പറയുന്നത് ഒന്ന് ലിച്ചാവിയൻ മാദ്ര. ഈ പ്രദേശങ്ങളിലുള്ള ചീഫിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളെ ആരൊക്കെയാണ് അവരുടെ ഒന്നുകിൽ അവരുടെ സഹോദരിയായിരിക്കാം അല്ലെങ്കിൽ മകളായിരിക്കാം, ഇവരെ വിവാഹം ചെയ്യുക വഴി വളരെ കൃത്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ ബന്ധം സ്ഥാപിക്കാൻ ബിംബിസാരന് സാധിച്ചു എന്നാണ് പറയുന്നത്. ഇനി പിന്നീട് അദ്ദേഹം കോൺക്വർ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ബ്രഹ്മദത്തൻ റൂളറായിട്ടുള്ള ഭരണാധികാരിയായിട്ടുണ്ടായിരുന്ന അങ്ക എന്ന പ്രദേശം. ആ അങ്ക കൂടെ അദ്ദേഹം പരാജയപ്പെടുത്തുകയും അദ്ദേഹം തൻ്റെ എംപയറുമായിട്ട് കൂട്ടിച്ചേർത്തു. ഓക്കെ, സോ ഈ ഒരു അങ്ക എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനമായും നമുക്കറിയാം അങ്ക എന്ന മഹാജനപദയുടെ ക്യാപിറ്റൽ ചമ്പയാണ്. ചമ്പ എന്ന് പറയുന്നത് വളരെ ഒരു ഇൻലാൻഡ് ആഭ്യന്തരവും അതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ടൊരു ഒരു മാരിടൈം ട്രേഡിനൊക്കെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു പ്രദേശമായിരുന്നു ചമ്പ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അങ്കയെ കോൺക്വർ ചെയ്യുക അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മഗധയ്ക്ക് വളരെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. ഓക്കെ, സോ അതിൻ്റെ ഭാഗമായിട്ടാണ് കൃത്യമായിട്ട് മഗധൻ എംപയറിൻ്റെ ഒരു എക്സ്പാൻഷൻ്റെ ഒരു ലോഞ്ചിങ് പാഡായിട്ടാണ് ബേസിക്കലി ഈ ഒരു അങ്കയുടെ കോൺക്വസ്റ്റ്, അങ്കയുടെ മുകളിൽ ഈ ഒരു അധീശത്വം സ്ഥാപിക്കുകയും അങ്ക എന്ന പ്രദേശത്തിനെ ഈ ഒരു ബിംബിസാരൻ തൻ്റെ ഡൈനാസ്റ്റിയിലോട്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഈ ബിംബിസാരൻ എന്ന ഭരണാധികാരി നമുക്കറിയാം 6-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന മതങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒരുപാട് മതങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ജൈനിസവും ബുദ്ധിസവും ഒക്കെ. അപ്പം ഈ ഒരു ബിംബിസാരൻ എന്ന മഗധൻ റൂളർ ഭരണാധികാരി അദ്ദേഹം ബുദ്ധൻ്റെയും മഹാവീരൻ്റെയും രണ്ടുപേരുടെയും ഒരു സമകാലികനായിരുന്നു. ഓക്കെ, ഈ രണ്ടാളുകളും ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നു ബിംബിസാരൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ ഒരു അതായത് ഈ ബുദ്ധമതവും ജൈനമതവും ഒക്കെ ഇന്ത്യയിൽ വന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ അവരോടൊപ്പം അതായത് അവർ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളെയാണ് നമ്മൾ സമകാലികരെന്ന് പറയുന്നത്. അത്തരത്തിൽ ബുദ്ധൻ്റെയും മഹാവീരൻ്റെയും സമകാലികനായിരുന്നു ബിംബിസാരൻ. ഓക്കെ, ഇനി അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകനാണ് അധികാരത്തിൽ വരുന്നത്. പക്ഷെ ആ ഒരു അധികാരം പിടിച്ചെടുക്കാൻ തൻ്റെ പിതാവിനെ മോശമായ രീതിയിൽ എല്ലാ രീതിയിലും പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ആത്മഹത്യയിലോട്ട് ഫോഴ്സ് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊന്നു എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ പിന്നീട് അധികാരത്തിൽ വരുന്നത് തൻ്റെ പിതാവിൻ്റെ സ്വാഭാവിക മരണത്തിന് ശേഷമല്ല, വളരെ കൃത്യമായിട്ട് ആ മരണം ആഗ്രഹിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മരണമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനാണ് മഗധൻ ഡൈനാസ്റ്റിയുടെ അധികാരം ഏറ്റെടുക്കുന്നത്. തൻ്റെ പിതാവിനെ വളരെ കൃത്യമായിട്ട് സൂയിസൈഡ് ചെയ്യാൻ നിർബന്ധിച്ച ആ രീതിയിലോട്ട് ഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അജാതശത്രു. അപ്പം ബിംബിസാരന് ശേഷം മഗധൻ ഡൈനാസ്റ്റിയുടെ രണ്ടാമത്തെ റൂളറായിരുന്നു അജാതശത്രു. ബിംബിസാരൻ്റെ മകനായിരുന്നു അജാതശത്രു. ഓക്കെ, സോ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വളരെ അഗ്രസീവായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഈ അജാതശത്രു എന്ന് പറയുന്നത്. അദ്ദേഹം
ഭരണത്തിൽ വന്നിട്ട് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് തൻ്റെ മെറ്റേണൽ അങ്കിളായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ പ്രസേൻജിത്ത് എന്ന അതായത് അജാതശത്രുവിൻ്റെ അങ്കിൾ, അദ്ദേഹത്തിൻ്റെ മാമൻ എന്ന് പറയുന്നതാണ് പ്രസേൻജിത്ത്. പ്രസേൻജിത്ത് കോസല രാജാവായ പ്രസേൻജിത്തുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ആ വളരെ കൃത്യമായിട്ട് പ്രസേൻജിത്ത് പറയുകയാണ്, അജാതശത്രുവിനോട് ആവശ്യപ്പെടുകയാണ്, അതായത് തൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ബിംബിസാരന്, ഞാൻ നേരത്തെ പറഞ്ഞു, കാശി എന്ന പ്രദേശം ഡൗറിയായിട്ട് കൊടുത്തത്. ഇനി ബിംബിസാരൻ്റെ മരണശേഷം ഈ പ്രസേൻജിത്ത് എന്ന കോസല ഭരണാധികാരി അജാതശത്രുവിനോട് കാശി തിരിച്ച് ലഭിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. എന്നാൽ ആ ഒരു ആവശ്യം റെഫ്യൂസ് ചെയ്യപ്പെടുകയാണ് അജാതശത്രു. അത് നിരുപാധികം തള്ളുകയും പിന്നീട് അവർ തമ്മിൽ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ഒരു ബാറ്റിൽ ഉണ്ടാവുകയും അതിനുശേഷം മഗധയ്ക്ക് കാശി വിട്ടു നൽകിക്കൊണ്ട് തന്നെ പ്രസേൻജിത്തിന് ഒരു നിലപാടെടുക്കേണ്ടി വന്നു. ഓക്കെ, സോ പിന്നീട് ഈ മെറ്റേണൽ അങ്കിളുമായിട്ടുള്ള പ്രസേൻജിത്തുമായിട്ട് അജാതശത്രു കോൺഫ്ലിക്റ്റിൽ ഉണ്ടായെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന് തൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ട്, മെറ്റേണൽ ഗ്രാൻഡ് ഫാദറായിട്ടുള്ള ചേതക്കായിട്ട് ഇതുപോലെ തന്നെ, അതായത് വൈശാലിയുടെ ചീഫായിട്ടുള്ള ചേതക് എന്ന് പറയുന്നത് ഈ ഒരു അജാതശത്രുവിൻ്റെ മെറ്റേണൽ ഗ്രാൻഡ് ഫാദറാണ്. അദ്ദേഹവുമായിട്ട് വളരെ കൃത്യമായിട്ട് അദ്ദേഹം 16 വർഷത്തോളം ഏകദേശം ഒരു ബാറ്റിൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിനുശേഷം അജാതശത്രു ഈ ഒരു യുദ്ധത്തിൽ വിജയിക്കുകയും 16 വർഷങ്ങൾ എടുത്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വൈശാലി എന്നൊരു പ്രദേശം കൂടെ മഗധയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. കാശി ഓൾറെഡി ലഭിച്ചു, ഇനി പിന്നീടും വൈശാലിയും ലഭിച്ചു. അതായത് അത് വൈശാലിയൊക്കെ ലഭിക്കാൻ ഒരുപാട് വർഷത്തെ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അജാതശത്രു തൻ്റെ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ചേതകുമായിട്ടായിരുന്നു ബാറ്റിൽ ഉണ്ടായിരുന്നത്. അത് 16 വർഷങ്ങൾക്ക് ശേഷം വൈശാലി കൂടെ മഗധയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ അജാതശത്രുവിന് കഴിഞ്ഞു. ഇനി അജാതശത്രു എന്ന് പറയുന്നത് മഗധൻ ഡൈനാസ്റ്റിയിലെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട പ്രമുഖനായിട്ടുള്ളൊരു റൂളറാണ്. ഇനി അജാതശത്രുവിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വന്നിരുന്നതാണ് ഉദയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത, പ്രത്യേകത അല്ലെങ്കിൽ സംഭാവന എന്ന് പറയുന്നത് വളരെ റിവർ ഗംഗയെയും റിവർ പാടലിപുത്രയും കോൺഫ്ലുവൻസ് ചെയ്തുകൊണ്ടൊരു ഫോർട്ടിൻ്റെ നിർമ്മാണം, ഒരു കോട്ടയുടെ നിർമ്മാണം അത് നടത്തിയതാണ് ബേസിക്കലി ഉദയൻ എന്ന രാജാവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനായിട്ട് കണക്കാക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് ഒരു നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഈസി മൂവ്മെൻറ്റിനും അതോടൊപ്പം തന്നെ സോൾജിയേഴ്സിൻ്റെയും അതായത് മെർച്ചൻസ് വ്യാപാരികളുടെയും ഒക്കെ വളരെ സുഗമമായിട്ടുള്ള മൂവ്മെൻറ്റിനൊക്കെ വളരെ ആപ്റ്റായിട്ടുള്ളൊരു പ്രദേശത്തായിരുന്നു ഈ ഒരു ഫോർട്ട് നിർമ്മിച്ചത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഉദയന് ശേഷം പിന്നീട്, അതായത് ബിംബിസാരൻ, അജാതശത്രു, ഉദയന് ശേഷം പിന്നീട് വന്നിട്ടുള്ള ഒരു ഡൈനാസ്റ്റി എന്ന് പറയുന്നതാണ് ശിശുനാഗ. ഓക്കെ, സോ ഉദയൻ വാസ് സക്സീഡഡ് ബൈ ദി ഡൈനാസ്റ്റി ഓഫ് ശിശുനാഗ. ഓക്കെ, സോ ഈ ഒരു ശിശുനാഗ ഡൈനാസ്റ്റിയുടെ, അതായത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഈ അജാതശത്രും ബിംബിസാരനൊക്കെ ഉള്ള ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഹര്യങ്ക ഡൈനാസ്റ്റിയാണ്. ഓക്കെ, അതിനുശേഷം വന്നുള്ളതാണ് ശിശുനാഗ ഡൈനാസ്റ്റി. ഓക്കെ, അപ്പം ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ശിശുനാഗനെ സംബന്ധിച്ച് അദ്ദേഹം അവന്തി, അതായത് മാൾവ പ്രദേശവും അത് ഡിഫീറ്റ് ചെയ്യുകയും അത് പിന്നീട് മഗധയുടെ ഭാഗമാക്കി മാറ്റാൻ ഈ ഒരു ശിശുനാഗന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ശിശുനാഗൻ്റെ പിൻഗാമി, സക്സസർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള കാലശോകനായിരുന്നു. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ കാലശോകൻ്റെ ഭരണകാലയളവിലാണ് രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ വൈശാലിയിൽ ഓർഗനൈസ് ചെയ്യപ്പെടുന്നത്. ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്ന് പറയുന്നത് രാജ്ഗൃഹയാണ്, രണ്ടാമത്തത് വൈശാലിയിലാണ്, മൂന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ പാടലിപുത്രയാണ്, നാലാമത്തത് കാശ്മീരിലാണ്. അപ്പോൾ രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലായിട്ടുള്ള വൈശാലിയിൽ വെച്ചിട്ട് നടന്ന ഈ ബുദ്ധിസ്റ്റ് കൗൺസിൽ ആരുടെ കാലഘട്ടത്തിലായിരുന്നു എന്ന് വെച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള കാലശോകൻ, അതായത് ശിശുനാഗൻ്റെ മകനായിട്ടുള്ള കാലശോകൻ്റെ കാലഘട്ടത്തിലായിരുന്നു ഈ ബുദ്ധിസ്റ്റ് കൗൺസിൽ ചെയ്യപ്പെട്ടത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ശിശുനാഗൻ, അതായത് ഉദയന് ശേഷം ശിശുനാഗ ഡൈനാസ്റ്റി ആയിരുന്നു വന്നത്. ആ ശിശുനാഗൻ എന്ന
എന്ന റൂളറിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ കാലശോകൻ വരുന്നു. ഓക്കെ, ആ കാലശോകൻ്റെ ഭരണകാലയളവിൽ ബുദ്ധിസ്റ്റ് കൗൺസിൽ, രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ സംഘടിപ്പിക്കപ്പെട്ടു. ഓക്കെ, ഇനി ഈ ഒരു ശിശുനാഗ ഡൈനാസ്റ്റിക്ക് ശേഷം വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഡൈനാസ്റ്റി എന്ന് പറയുന്നത് മഗധയിലേത് നന്ദ ഡൈനാസ്റ്റി ആയിരുന്നു. ഓക്കെ, ഈ നന്ദ ഡൈനാസ്റ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നന്ദ ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളർ എന്ന് പറയുന്നത് മഹാപത്മനന്ദ എന്ന വ്യക്തിയാണ്. ആ ഭരണാധികാരിയായിരുന്നു നന്ദ ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള റൂളർ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒറിജിനെ പറ്റിയൊക്കെ പലതരത്തിലുള്ള സോഴ്സുകൾ പറയുന്നുണ്ട്. ഒരു ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റിൻ്റെ ഒരു ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റിൻ്റെ അത് നൽകുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ ഒരു മഹാപത്മനന്ദ എന്ന നന്ദ ഡൈനാസ്റ്റിയുടെ ഭരണാധികാരി ഒരു ലോ കാസ്റ്റിൽ ജനിച്ചിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരു നോൺ ക്ഷത്രിയ കാസ്റ്റിലായിരുന്നു ഈ മഹാപത്മനന്ദ ജനിച്ചതെന്നാണ് ഒരു ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റ്, അതായത് അത് നൽകുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നന്ദ ഡൈനാസ്റ്റിയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള റൂളറായിട്ടുള്ള മഹാപത്മനന്ദ ഒരു ക്ഷത്രിയനല്ല, അദ്ദേഹം ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ്, ഒരു നോൺ ക്ഷത്രിയ കാസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളെന്നാണ് വളരെ കൃത്യമായിട്ട് ഒരു ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റിൻ്റെ അത് നൽകുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഓക്കെ, സോ അദ്ദേഹം വളരെ കൃത്യമായിട്ട് വളരെ വലിയൊരു ആർമി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഓക്കെ, സോ ഈ ഒരു കലിംഗ എന്ന പ്രദേശം എംപയറിനോട് കൂട്ടിച്ചേർത്തത് ഈ ഒരു മഹാപത്മനന്ദൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഇനി ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നന്ദ ഡൈനാസ്റ്റിയുടെ മഹാപത്മനന്ദനാണ് ഏറ്റവും മികച്ച വളരെ പ്രധാനപ്പെട്ട റൂളർ എന്ന് പറഞ്ഞു. ഇനി നന്ദ ഡൈനാസ്റ്റിയുടെ അവസാനത്തെ റൂളർ എന്ന് പറയുന്നത് ധനനന്ദനാണ്. ഓക്കെ, സോ പ്ലീസ് റിമെമ്പർ ഹിസ് നെയിം ഇസ് ധനനന്ദൻ. ഓക്കെ, ധനനന്ദനായിരുന്നു നന്ദ ഡൈനാസ്റ്റിയുടെ ഏറ്റവും അവസാനത്തെ റൂളർ. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ അരോഗൻ്റ് ആയിട്ടുള്ള, വളരെ സപ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒപ്രസീവ് ആയിട്ടുള്ള റൂളറായിരുന്നു. അദ്ദേഹം സാധാരണക്കാരൻ്റെ മേൽ വളരെ വലിയ നികുതി ചുമത്തി, നികുതി ഭാരം അടിച്ചേൽപ്പിച്ച വളരെ അരോഗൻ്റ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു നന്ദ ഡൈനാസ്റ്റിയുടെ അവസാനത്തെ റൂളറായിട്ടുള്ള ധനനന്ദൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അദ്ദേഹം ഒരു അൺപോപ്പുലർ ആയിരുന്നു. ഓക്കെ, സോ പിന്നീട് ഈ ഒരു ധനനന്ദൻ്റെ ഈ ഒരു അൺപോപ്പുലാരിറ്റി, അതായത് ജനങ്ങൾക്കിടയിൽ ഒരു ജനകീയതയും ഇല്ലാത്ത റൂളറായിരുന്നു ധനനന്ദൻ. ഈ ഒരു അൺപോപ്പുലാരിറ്റി ഒക്കെ പിന്നീട് നമ്മുടെ മൗര്യൻ എംപയർ അത് ഫോം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ ബേസിക്കലി ഈ ധനനന്ദൻ്റെ ഈ അൺപോപ്പുലാരിറ്റിയെ അത് എടുക്കുകയും അതൊരു അഡ്വാൻറ്റേജ് ആക്കി തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ, ജനങ്ങളുടെ ഹിതത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയായിട്ടായിരുന്നു ധനനന്ദൻ ഉണ്ടായിരുന്നത്. അത് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ചന്ദ്രഗുപ്ത മൗര്യന് സാധിച്ചു എന്നാണ് പറയുന്നത്. ആ രീതിയിൽ ധനനന്ദൻ എന്ന റൂളറിൻ്റെ അൺപോപ്പുലാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് നന്ദ ഡൈനാസ്റ്റിയെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അതിനെ അപ്രൂവ് ചെയ്യാൻ ചന്ദ്രഗുപ്ത മൗര്യന് സാധിച്ചു. അതിനുശേഷം മൗര്യൻ എംപയർ സെറ്റ് ചെയ്യാൻ ചന്ദ്രഗുപ്ത മൗര്യന് സാധിച്ചത് ഈ ധനനന്ദൻ എന്ന റൂളറിൻ്റെ അൺപോപ്പുലാരിറ്റി ആയിരുന്നു. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട്, അപ്പം ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട മഗധൻ റൂളേഴ്സും അവർ ഉൾപ്പെട്ടിട്ടുള്ള ഡൈനാസ്റ്റിയുമാണ്. ഓക്കെ, ബിംബിസാരനും അജാതശത്രുവും ഒക്കെ ഉള്ളത് ഹര്യങ്ക ഡൈനാസ്റ്റിയാണ്. അതിനുശേഷം ശിശുനാഗ ഡൈനാസ്റ്റി വന്നു, ദെൻ നന്ദ ഡൈനാസ്റ്റി വന്നു. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് മഗധ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു മഗധൻ എംപയറിൽ വളരെ കൃത്യമായിട്ട് 3 ടൈപ്പ് ഡൈനാസ്റ്റികൾ ഭരിച്ചിരുന്നു വിവിധ കാലഘട്ടങ്ങളിൽ. ഓക്കെ, അതായത് നമുക്കറിയാം, ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡൽഹി സൽത്തനേറ്റ് ഒക്കെ പറയുമ്പോൾ വിവിധ ഡൈനാസ്റ്റികളുണ്ട്. തുഗ്ലക് ഡൈനാസ്റ്റി, ഗിൽജി ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി, അങ്ങനെ അതെല്ലാം പക്ഷേ ഡൽഹി സൽത്തനേറ്റ് എന്നാണ് പറയുക. അതുപോലെ ഇത് മഗധ ഡൈനാസ്റ്റി ആണെന്നാണ് പറയുക, പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഡൈനാസ്റ്റികൾ മഗധ ഭരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ രീതിയിൽ ഞാൻ പറഞ്ഞു മഹാജനപദങ്ങളിൽ മഗധ വളരെ കൃത്യമായിട്ടൊരു പവർഫുൾ ആയിട്ട് മാറിയത് എങ്ങനെ, ഒരു വലിയ ഒരു അതിശക്തമായിട്ടുള്ള ഒരു ഡൈനാസ്റ്റി ആയിട്ട് മഗധയ്ക്ക് എങ്ങനെ മാറാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു മഗധ എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റ്സിലും ആ കാലഘട്ടത്തിലുള്ള മറ്റു പല സ്റ്റേറ്റ്സിനും ഒരു വളരെ കൃത്യമായിട്ടൊരു മേധാവിത്വം അല്ലെങ്കിൽ ഒരു അധീശത്വം വളരെ കൃത്യമായിട്ട് വളരെ വിസിബിളായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മഹാജനപദമായിരുന്നു മഗധ. അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതെന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കണം.
ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് റൂളേഴ്സ് ഉണ്ട്, അതായത് വളരെ ആംബീഷ്യസ് ആയിട്ടുള്ള റൂളേഴ്സ് മഗധയ്ക്ക് ഉണ്ടായിരുന്നു. അത് വളരെ വലിയൊരു ഘടകമായിരുന്നു. ഇത്തരത്തിൽ മഗധ എന്ന മഹാജനപദത്തിന് ഉയർന്നു വരാൻ, ഒരു ഡൈനാസ്റ്റി ആയിട്ട് ഫോം ചെയ്യപ്പെടാനുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് പരിശോധിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അംബീഷ്യസ് ആയിട്ടുള്ള റൂളേഴ്സ്. വളരെ കൃത്യമായിട്ട് തങ്ങളുടെ ഭരണം കൊണ്ട് എങ്ങനെ ഒരു എംപയറിനെ വിപുലീകരിക്കാം എന്ന രീതിയിൽ കൃത്യമായ ധാരണയുള്ള ഭരണാധികാരികൾ മഗധ ഭരിച്ചു. അത് ബിംബിസാരനായാലും അജാതശത്രു ആയാലും ഉദയനായാലും അവരെല്ലാം, മഹാപത്മനന്ദ ആയാലും ഒക്കെ തന്നെ എല്ലാ പോസിബിൾ വഴികളും ഉപയോഗിച്ചുകൊണ്ട് മഗധ എന്ന ഒരു ഡൈനാസ്റ്റി അല്ലെങ്കിൽ ആ ഒരു എംപയറിനെ വിപുലീകരിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഉള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് വളരെ ആഗ്രഹമുള്ള, അതായത് ഡൈനാസ്റ്റി വിപുലീകരിക്കണം, അത്തരത്തിൽ ഒരു ചെറിയൊരു പെർട്ടിക്കുലർ പ്രദേശത്തല്ല നിൽക്കേണ്ടത്. എവിടുന്നൊക്കെ മറ്റ് പ്രദേശങ്ങൾ, വീക്കായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ കോൺക്വർ ചെയ്തിട്ട് എങ്ങനെയെല്ലാം വികസിപ്പിക്കുക പറ്റുമോ അതെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു റൂളേഴ്സ് ആയിരുന്നു മഗധയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പം അംബീഷ്യസ് റൂളേഴ്സ് എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിരുന്നു. അപ്പാർട്ട് ഫ്രം ദിസ്, ഓക്കെ, ഇതല്ലാതെ മറ്റ് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെ നമ്മൾക്ക് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അതായത് ഭൂമിശാസ്ത്രപരമായ ചില സവിശേഷതകൾ മഗധയുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ട് വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ മഗധയുടെ ആദ്യത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് രാജ്ഗൃഹ അഥവാ രാജ്ഗിർ അഥവാ ഗിരിവ്രജ എന്ന് പറയുന്നത്. ആ ഗിരിവ്രജ അല്ലെങ്കിൽ രാജ്ഗിർ എന്ന് പറയുന്നത് പ്രധാനമായും ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അത് ചുറ്റപ്പെട്ടിട്ടുള്ളത് 5 ഹിൽസ്, ഓക്കെ, 5 കുന്നുകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള പ്രദേശമായിരുന്നു രാജ്ഗൃഹ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നമ്മൾ ആലോചിച്ച് നോക്കും, ഒരു പ്രദേശം അതിന് കംപ്ലീറ്റ് ആയിട്ട് 5 കുന്നുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഒരു ഫോർട്ടിഫിക്കേഷനാണ്, ഒരു കോട്ട പോലെ നേച്ചർ, പ്രകൃതി തന്നെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഒരു ഡയറക്റ്റ് അറ്റാക്ക് അവിടേക്ക് വരില്ല. അപ്പോൾ ആ ഒരു നാച്ചുറൽ ഫോർട്ടിഫിക്കേഷൻ മഗധയുടെ തലസ്ഥാനമായ രാജ്ഗിറിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഫലഭൂയിഷ്ടമായിട്ടുള്ള നദീ സമതലമുള്ള ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഫെർട്ടൈൽ മണ്ണാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു അഗ്രികൾച്ചറൽ സർപ്ലസ് ഉണ്ടാക്കി. ആ ഒരു അഗ്രികൾച്ചറൽ സർപ്ലസ് കൊണ്ടൊക്കെയാണ് വളരെ കൃത്യമായിട്ട് ഒരു വലിയൊരു ആർമീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ മഗധയ്ക്ക് സാധിച്ചതെന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് സർപ്ലസ് അഗ്രികൾച്ചറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗം കൊണ്ടാണ്, അതിൽ നിന്നെല്ലാം ലഭിക്കുന്ന മിച്ചം കൊണ്ടാണ് ഒരു വലിയ ആർമീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ മഗധയ്ക്ക് സാധിച്ചതെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തത് വളരെ കൃത്യമായിട്ട് ഫോറസ്റ്റ് ഉള്ളൊരു പ്രദേശമാണ്. അപ്പം സദേൺ ഏരിയാസ്, അതിൻ്റെ ആ ഒരു മഗധ സ്ഥിതി ചെയ്യുന്നതിൻ്റെ സദേൺ പാർട്ട് എന്ന് പറയുന്നത് കാടുകളുള്ളൊരു പ്രദേശമാണ്. ആ ഫോറസ്റ്റിൽ നിന്നും ആവശ്യത്തിനുള്ള ടിമ്പറുകളും അതോടൊപ്പം തന്നെ എലിഫൻസും എല്ലാം ആ ഒരു കാട്ടിൽ നിന്ന് ലഭിച്ചു എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് മഗധയിൽ ഒരുപാട് അയൺ ഡിപ്പോസിറ്റ് ഉള്ളൊരു പ്രദേശമായിരുന്നു. ഓക്കെ, അപ്പം നമുക്കറിയാം അത് വളരെ പ്രത്യേകിച്ച് അയൺ ഡിപ്പോസിറ്റ് കൂടുതലായിട്ടുള്ളത് സൗത്ത് ബീഹാറിലായിരുന്നു. ആ ബീഹാറിൻ്റെ സൗത്ത് പ്രദേശത്ത് വളരെ കൃത്യമായിട്ട് അയൺ ഡിപ്പോസിറ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇരുമ്പിൻ്റെ അംശം അല്ലെങ്കിൽ ഇരുമ്പ് ഉള്ള ഒരു പ്രദേശത്ത് ബെറ്റർ ആയിട്ടുള്ള ടൂൾസുകൾ, ഇരുമ്പ് ആയുധങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. അത് അവരെ മിലിറ്ററിയിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവും. അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ നല്ല മികച്ച ആയുധങ്ങൾ ഉപയോഗിക്കുമ്പം അതിന് അനുസരിച്ചിട്ടുള്ള ഗുണം അവർക്ക് ബാറ്റിൽസ് ലഭിക്കും, റൈറ്റ്? ഓക്കെ, അത്തരത്തിൽ വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ആയുധങ്ങൾ അവർക്ക് ലഭിച്ചു. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ ടൂൾസും ഇത്തരത്തിലുള്ള ഇരുമ്പ് കൊണ്ടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറെ കൂടി ഒരു പ്രൊഡക്റ്റീവായിട്ട് മാറുകയാണ്. ഈ ഒരു അയൺ ഡിപ്പോസിറ്റിൻ്റെ ഒരു സവിശേഷത കൊണ്ട് വളരെ കൃത്യമായിട്ട് ആയുധങ്ങളും അതോടൊപ്പം തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും യുദ്ധങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും അവർക്ക് ലഭിച്ചതെന്ന് പറഞ്ഞു. ഇനി ഇതെല്ലാമാണ് ബേസിക്കലി ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്, അതോടൊപ്പം തന്നെ അംബീഷ്യസ് ആയിട്ടുള്ള റൂളേഴ്സും. ഇതെല്ലാമാണ് മഗധയെ ഉയർച്ചയിലോട്ട് നയിച്ചത്. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. അംബീഷ്യസ് റൂളേഴ്സ് ആണ് ആരൊക്കെയാണ്? ഇപ്പോൾ അജാതശത്രുവിനെ പോലെ അല്ലെങ്കിൽ ബിംബിസാരനെ പോലെ അല്ലെങ്കിൽ ഉദയനെ പോലെ അല്ലെങ്കിൽ മഹാപത്മനന്ദനെ പോലെയൊക്കെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഭരണാധികാരികൾ മഗധ ഭരിച്ചു.
ഈ ഒരു ഡൈനാസ്റ്റിയുടെ വളർച്ചയ്ക്ക് കാരണമായി. പിന്നീട് ഞാൻ പറഞ്ഞു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ഞാൻ പറഞ്ഞു റെയിൻഫോൾ നന്നായി ലഭിക്കുന്ന അല്ലെങ്കിൽ ഫെർട്ടൈൽ ആയിട്ടുള്ള മണ്ണുള്ള പ്രദേശമായിരുന്നു, അത് അഗ്രികൾച്ചറൽ സർപ്ലസിലോട്ട് നയിച്ചു. ആ അഗ്രികൾച്ചറൽ സർപ്ലസ് കൊണ്ടാണ് ബേസിക്കലി ഒരു ഹ്യൂജ് ആർമീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചതെന്ന് പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു വളരെ കൃത്യമായിട്ട് ഇപ്പം മഗധയുടെ ക്യാപിറ്റലായ രാജ്ഗിർ അഥവാ ഗിരിവ്രജ എന്ന് പറയുന്നത് 5 കുന്നുകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു നാച്ചുറൽ ഫോർട്ടിഫിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു മറ്റുള്ള ആളുകളെ ആക്രമിക്കുമ്പം അതിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ പ്രകൃതി തന്നെ ഒരു പ്രതിരോധം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അതുപോലെ തന്നെ അയണിൻ്റെ അംശം, അയൺ വളരെയധികം നിക്ഷേപമുള്ളൊരു പ്രദേശം, പ്രത്യേകിച്ച് സൗത്ത് ബീഹാറൊക്കെ വളരെയധികം അയണിൻ്റെ നിക്ഷേപമുള്ള പ്രദേശമായിരുന്നു. അതുപയോഗിച്ചുകൊണ്ട് അഗ്രികൾച്ചറൽ ടൂൾസ് അവർ നിർമ്മിച്ചു. അതോടൊപ്പം തന്നെ യുദ്ധത്തിന് ആവശ്യമായ ടൂൾസുകൾ ഉപയോഗിച്ചു. ഇത്തരത്തിൽ എല്ലാ കാരണങ്ങൾ കൊണ്ടാണ് മഗധ ഈ 16 മഹാജനപദങ്ങളിൽ മഗധ എന്ന മഹാജനപദാസ് ഒരു ഡൈനാസ്റ്റി ആയിട്ട് ഒരു എംപയർ ആയിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ദ റൈസ് ഓഫ് മഗധ എന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രധാനമായും ചർച്ച ചെയ്തത് 2 ടോപ്പിക്കുകളാണ്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് മഹാജനപദാസ് ആണ്, രണ്ടാമത്തേത് ദ റൈസ് ഓഫ് മഗധ. അപ്പോൾ ഈ 2 ടോപ്പിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.